നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ FC ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. സെൽറ്റ വിഗോയായിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ബാഴ്സ ഈ മത്സരത്തിൽ അനായാസം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മത്സരത്തിൻ്റെ അവസാനത്തിൽ അവർ ഈ ഒരു വിജയം കൈവിടുകയായിരുന്നു. റാഫീഞ്ഞ, ലെവൻഡോസ്കി എന്നിവർ നേടിയ ഗോളുകളിലൂടെ ബാഴ്സ ലീഡ് എടുത്തിരുന്നു. എന്നാൽ പിന്നീട് കസാഡോ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയത് അക്ഷരാർത്ഥത്തിൽ ബാഴ്സയ്ക്ക് തിരിച്ചടിയായി മാറി. 2 മിനിറ്റിനിടെ 2 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് FC ബാഴ്സലോണ ഈയൊരു വിജയം കൈവിടുകയായിരുന്നു. പ്രതിരോധ നിര താരമായ കൂണ്ടയുടെ പിഴവിൽ നിന്നായിരുന്നു ഒരു ഗോൾ പിറന്നിരുന്നത്. ഇക്കാര്യത്തിൽ അദ്ദേഹം തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞിട്ടുണ്ട്. മത്സരശേഷം കൂണ്ടെ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ആ ഒരു മോശം മിസ്റ്റേക്ക് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ മത്സരം വിജയിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് ഫോക്കസിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇതാണ് ഫ്രഞ്ച് സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത്. അതേസമയം റെഡ് കാർഡ് വഴങ്ങിയതിൽ കസാഡോ ബാഴ്സ ആരാധകരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടീമിനോടും ആരാധകരോടും ഞാൻ മാപ്പ് പറയുന്നു. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ആ നിമിഷത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. ഇന്ന് ഞാൻ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല. തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ ഹാർഡ് വർക്ക് തുടരും. ഇതാണ് ഇപ്പോൾ ഈ ഒരു യുവതാരം പറഞ്ഞിട്ടുള്ളത്. അതേസമയം പ്രകടനം മോശമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവസാനത്തെ 10 മിനിറ്റ് മാത്രമല്ലെന്നും മത്സരത്തിൽ ഉടനീളം ഒരുപാട് മിസ്റ്റേക്കുകൾ തങ്ങൾ വരുത്തിവെച്ചു എന്നുമാണ് ഇപ്പോൾ ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.